ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഞാൻ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 31 രാവിലെ 6 മണിക്കാണ്. രാവിലെ ഹോട്ടലിലെ ആൾക്കാരെ വിളിച്ചെണീപ്പിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞാൻ ഇത് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇസ്താൻബുളിലേക്ക് പോവാണ്. രാവിലെ 6:50 എൻ്റെ ട്രെയിൻ. 6 മണിയായി. യെസ്, അപ്പോൾ എല്ലാ ടെക് ട്രാവലിറ്റ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ ഞാൻ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ടെക് ട്രാവലേജ് KLTUK യാത്ര ഇപ്പോൾ തുർക്കിയിലെ ഇസ്താൻബുളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചോദിച്ചു പോകാം. പടച്ചോനെ, ഇത് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്ന. ഞാനിതിന് ഷോപ്പിംഗ് മോളാന്ന് കരുതി. ഇതിന്റെ മുമ്പിൽ ടാക്സിയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇല്ലേ, കണ്ടു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മോളിന്റെ ലുക്കൊക്കെ ഇല്ലേ. ഗാർഗ്രീസ് YHT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ സ്പീഡ് ട്രെയിനിന്റെ ടർക്കിഷ് പേരുണ്ട്. അതിന്റെ ഷോർട്ട് ഫോം ആണ് യുക്സെക് ഹിസ്ലി ട്രെയിൻ എന്നാണ് YHTയുടെ ആ ഒരു എക്സ്പാൻഷൻ. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ അകത്ത് കയറുന്ന പരിപാടിയൊക്കെ നൈസ്. 6:50 ഇസ്താംബുൾ ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത്. പ്ലാറ്റ്ഫോം 5B. ഇത് ശരിക്കും ഒരു ഷോപ്പിംഗ് മോൾ പോലെ തന്നെ അല്ലേ? വലിയ വലിപ്പമൊന്നുമില്ല, ചെറുതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ചൈനയിൽ കണ്ട പോലെ വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ ക്യൂട്ടാണല്ലേ. ഇതൊക്കെ ഇത് എന്താ പരിപാടി മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ശരിക്കും ഷോപ്പിംഗ് മോളായിട്ട് പണിതാണോ റെയിൽവേ സ്റ്റേഷനായിട്ട് പണിതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര നിലകളുണ്ടെന്ന് നോക്കിയത്. മേളിലൂടെ ബർഗർ കിങ്, അതിൻ്റെ മേളിൽ ബർഗർ കിങ്. പിന്നെ ഇവിടെ ആ കാണുന്നതൊക്കെ എനിക്കൊന്ന് ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ ആണെന്ന് തോന്നുന്നു. മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഈ കാണുന്നത് മരങ്ങൾ പിന്നെ അവിടെ പ്ലാറ്റ്ഫോം, ഇതാണ് പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴി. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലെത്തും. ഇതാണ് ഇസ്താൻബുൾ 650യുടെ ട്രെയിനിൻ്റെ ബോർഡിങ്. അവിടെ നമ്മുടെ പാസ്പോർട്ട് അല്ല ID കാർഡൊക്കെ കാണിച്ചിട്ട് വേണം അകത്തോട്ട് വരുമ്പോൾ. ടിക്കറ്റും ID കാർഡൊക്കെ പരിശോധിച്ച് നമ്മളങ്ങനെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ അതാ നമ്മുടെ ട്രെയിൻ അവിടെ കിടക്കുന്നു. കൊള്ളാലോ പരിപാടി, നൈസല്ലേ. എന്ത് കിടില റെയിൽവേ സ്റ്റേഷനാണെന്ന് നോക്ക്. എനിക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു വൃത്തി കണ്ടിട്ടേ എനിക്കങ്ങ് സഹിക്കണല്ല. അതാണ് സംഭവം. ഇത് ട്രെയിനിലെ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നി കാണുന്നത്. കണ്ടോ നോക്കിയേ, റെസ്റ്റോറൻറ്റ് തന്നെ അടിപൊളി. പൊളിച്ചു മോനെ തകർത്ത്. ഞാനിതിൻ്റെ ഏറ്റവും ഉയർന്ന ക്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ബിസിനസ് ക്ലാസ്സോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കിട്ടുമല്ലോ. ഇതാണ് ഇതിനകത്തെ സാധാരണ ക്ലാസ്. ഈ കാണുന്നത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 2+1 സീറ്റിംഗ്. ഇത് കണ്ടില്ലേ, ഇവിടെ സിംഗിൾ സീറ്റ്, ഇവിടെ 2 എന്താ പറയുക സാധാരണ സീറ്റ്. അതേപോലെ തന്നെ ഇവിടേക്ക് ഇഷ്ടംപോലെ ബാഗ് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സീറ്റിൻ്റെ കാട്ടിൽ ഏകദേശം ഒരു 100 രൂപ മാത്രമേ ഞാൻ ബുക്ക് ചെയ്ത സീറ്റിനുള്ളൂ. അതായത് അതൊരു പ്രത്യേക പ്രൈവറ്റ് റൂമിനകത്താണ് ആ ഒരു സീറ്റ് ഇരിക്കുന്നത്. അത് ഈ 3 എണ്ണേ ഉള്ളൂ അതിനകത്ത്. എന്ത് കണ്ടോ, ഇതാണ് സംഭവം. ഇതിനകത്ത് വാഗൺ 2 ഇത് കണ്ടോ, ഇങ്ങനെ തുറക്കുക. വിളിച്ചില്ലേ 2C. ഇതിലേതാണ് 2C? ഇതിൽ 2C ആണ് എൻ്റെ സീറ്റ്. അതുപോലെ തകർത്തേ. ഇതിലേതോ ഒന്നാണ് എൻ്റെ സീറ്റ്. ഇതാണെന്ന് എനിക്കറിയത്തില്ല. അതായത് നിങ്ങൾ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്ക്, ഇവിടെ വേറെ ആരെല്ലാം വരുമായിരിക്കും എനിക്കറിയില്ല, നമ്മുടെ ഷോ 4 പേർക്ക് ഇങ്ങനെ പ്രൈവസിയോട് കൂടി ഇരുന്ന് പോകാവുന്ന ഈ ട്രെയിനിലെ ഒരു സംഭവം. അതായത് മറ്റേതിനെക്കാട്ടി ജസ്റ്റ് 100 രൂപയുള്ളൂ ഇതിന് കൂടുതലുള്ളൂ. ഞാൻ കാണിച്ചു തരാം സംഭവം. അതും തമ്മിൽ ഇത് കണ്ടോ, ഇത്തരത്തിൽ ഇതാണ് നമ്മുടെ സാധാരണ സെയിം സീറ്റ്. കണ്ടോ, ഇത് 2+2 ആണ്. ഇത് വേറെ ക്ലാസ്സാണ്. അപ്പോൾ നേരത്തെ കാണിച്ച 2+1 ആ ഒരു സംഭവം അപ്പുറത്തെ, അതാണ് സാധാരണ സീറ്റ്. അത് ഇവർ ഈ ട്രെയിനിലാകെ ഇത്തരത്തിലുള്ള 3 ക്യാബിനേ ഉള്ളൂ. ഇതിനകത്ത് 4 പേരുണ്ട്. ഇതിനകത്ത് 4 പേർക്ക് ഇരിക്കാം. ഇതിനകത്ത് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് വേറെ ഒരു ക്യാബിനുണ്ട്. കൊള്ളാം. ഞാൻ ചൈനയിലത്തെ ട്രെയിനിൽ പോലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. 2500 രൂപയാണ് എനിക്ക് ഇവിടെ നിന്ന് ഇസ്താൻബുൾ പോകാൻ വരെ ഈ ഒരു സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആയത്. എനിക്ക് തോന്നുന്നു ACDB എന്ന് പറയുമ്പോഴത്തേക്കിനും C അതായിരിക്കാനാണ് സാധ്യത അല്ലേ. ACDB അതായിരിക്കും സംഭവം. ഇതാണ് C എന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ സീറ്റ് എന്ന് തോന്നുന്നു. അതായത് നമുക്ക് 550 കിലോമീറ്റർ മറ്റോ ആണ് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വരെയുള്ളത്, ഇസ്താംബുൾ വരെയുള്ളത്. ഇസ്താംബുൾ വരെ പോകാനായിട്ട് ഈ ട്രെയിനിന് എനിക്ക് 2500 രൂപയാണ്. ഇത് ഹൈ സ്പീഡ് ട്രെയിനാണ്. ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കുറവാ, ചൈനയുടെ അത്ര ഒന്നും വരില്ല. എന്നാലും നമ്മുടെ വന്ദേ ഭാരതൊക്കെ പോകുന്ന പോലെ ആ റേഞ്ചിലുള്ള ഒരു ട്രെയിനാണ് തോന്നുന്നു. ഇനി ഈ സീറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കണ്ടേ. ഇതെന്തോ സ്കൂട്ടറോ, ഇതെന്തോ സംഭവം. ഇതെനിക്ക് തോന്നുന്നു റീഡിങ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ടാവും. അത് ഓണാക്കി കഴിഞ്ഞാൽ റീഡിങ് ലൈറ്റ്. പിന്നെ ഈ സീറ്റ് നമുക്ക് ഏതൊക്കെയോ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, തിരിക്കാം. ഇത് കണ്ടോ, കോൺഫറൻസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയിരിക്കാം.
പിന്നെ ഇതിങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നോക്കിയിരിക്കാം. പിന്നെ ഇതെന്താ പരിപാടി, നമുക്ക് ഇത് നമുക്ക് മുന്നോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചാരിയൊക്കെ വെക്കാം. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. പിന്നെ നമുക്ക് ഈ സാധനം കണ്ടോ, ട്രേ ടേബിൾ. ഇത് ട്രേ ടേബിൾ ആണോ? അല്ല, ഡിസ്പ്ലേ. പറച്ചോനെ ഇത് ട്രേ ടേബിൾ അല്ല, ഡിസ്പ്ലേ ആയിരുന്നു. ഞാൻ വിചാരിച്ച ട്രേ ടേബിൾ ആണെന്ന്. ഇതായിരിക്കും ട്രേ ടേബിൾ. അപ്പോൾ ഇതൊന്നും സംഭവം ഇതൊക്കെ നമുക്ക് പൊന്നു നമുക്കതവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ സീറ്റ് അടിപൊളി കേട്ടോ. ഇത് വിളിച്ചില്ലേ എത്ര സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. എനിക്ക് ഡിസ്പ്ലേയിൽ എന്തൊക്കെയാ ഉള്ളത്. ഇത് ട്രേ ടേബിൾ അല്ലേ? ഡിസ്പ്ലേ ഇവിടെ വിമാനം പോലെയാണല്ലോ. വാവ്. ഇന്റർനെറ്റ് ആക്സസ്. ഇന്റർനെറ്റൊക്കെ ഉണ്ടോ? PNR നമ്പർ, സീറ്റ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കിട്ടുമെന്ന്. അടിപൊളി. വിമാനത്തിലൊക്കെ കാണിക്കുന്ന പോലെ ട്രെയിനിൻ്റെ റൂട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഇതിനകത്ത്. YHT TV, മ്യൂസിക്, ഓഡിയോ ബുക്ക്, മൂവീസ്. ശരിക്കും വിമാനത്തിലെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പോലെ തന്നെ അല്ലേ? ഇൻഫർടൈൻമെന്റ് അല്ല, എന്റർടൈൻമെന്റ് സിസ്റ്റം അങ്ങനല്ലേ പറയുന്നത്. എന്തായാലും ഞാൻ ആദ്യം നേരത്തെ വന്ന് കയറിയെന്ന് എനിക്ക് സീറ്റ് ടൂറൊക്കെ വിശദമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഇവിടെയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അത്ര കമ്പനിയുള്ള ആരെങ്കിലൊക്കെ വരണം. കറക്റ്റ് 6:50 നമ്മുടെ ട്രെയിൻ വിട്ടു. ഓപ്പോസിറ്റ് 2 ആൾക്കാരൊക്കെ വന്നു. ഇനിയിപ്പോൾ പുറത്തൊന്നും കാണാനില്ല. കാരണം ഇനി ഒരു 9 മണി 9:30 ആവാതെ നേരം വെളുക്കൂല. അതാണ് പ്രശ്നം. ഞാൻ ഉച്ചയ്ക്ക് 12:30 മറ്റോ ആണ് ഞാൻ ഇസ്താംബുൾ എത്തുന്നത്. എന്തായാലും ലെറ്റ്സ് വെയിറ്റ്. പുറത്തെന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞാൻ കാണിക്കാം. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ചായയും പിന്നെ ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചുകൊണ്ട് വന്നു. വിശക്കുന്ന രാവിലെ. ഇവരെ നമുക്ക് ഒരു സ്നാക്ക് ബോക്സ് കൊണ്ട് തന്നായിരുന്നു ഇടയ്ക്ക്. അതിനകത്ത് ഒരു ജ്യൂസ്, ഒരു വെള്ളം, പിന്നെ കേക്ക്, പിന്നെ എന്തോ സാൻഡ്വിച്ച് പോലത്തെ എന്തോ ഒരു സാധനം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫ്രീ ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ ബിസിനസ് ക്ലാസ്സിലെ ആളുകൾക്ക് മാത്രമാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് സീ ഓഫ് മെർമറ എന്ന് പറയുന്ന, അതായത് മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമായിട്ടുള്ള, അതിനോട് ചേർന്ന് കിടക്കുന്ന ഇങ്ങനെ അറ്റത്തോട്ട് ഇങ്ങനെ മാപ്പിൽ നോക്കുമ്പോൾ കാണാം കയറി കിടക്കുന്നൊരു സ്ഥലമാണ്. ധാരാളം കപ്പലുകളും അതേപോലെ തന്നെ വരുന്ന വഴിക്ക് കുറേ കണ്ടെയ്നറിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇസ്താൻബുൾ വരെ നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റും. ആക്ച്വലി ട്രെയിന് നല്ല സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്താംബുൾ എത്താറായി. ഏകദേശം ഇനി 1.5 മണിക്കൂർ എടുക്കും. കാരണം ഇനിയിപ്പോൾ സിറ്റി ഏരിയ ആയതുകൊണ്ട് ഇതിന് പതുക്കെ പോവുള്ളൂ, ഈ ഒരു സ്പീഡിലേ പോവുള്ളൂ. ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം നിങ്ങളെ രാജധാനിയിൽ കൂപ്പേ കണ്ടിട്ടില്ലേ? കൂപ്പയും ക്യാബിനൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ 4 പേര് കിടന്നുറങ്ങുന്ന കൂപ്പയും ക്യാബിൻ. പക്ഷെ ഇവിടുത്തെ തുർക്കിയിലെ ട്രെയിനിൽ നമുക്ക് ഇതുപോലെ 4 പേർക്ക് ഇരുന്ന് പോകാവുന്ന ഒരു പ്രൈവറ്റ് ക്യാബിൻ ഉണ്ട്. കോൺഫറൻസ് റൂം പോലത്തെ ഒരു കിടിലം പ്രൈവറ്റ് ക്യാബിൻ. നമ്മൾ വിമാനത്തിലെ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സെറ്റപ്പ്. അതാണിത് ബേസിക്കലി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? യെസ്. ഞാൻ ട്രെയിൻ എവിടുത്തെ നിർത്തി അപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലായത് ലാസ്റ്റ് സ്റ്റോപ്പ് എത്ര പെട്ടെന്ന്. ഞാൻ ബാഗ് എടുക്കട്ടെ. ഇത്ര പെട്ടെന്ന് എത്തിയാ? സോ ഫാസ്റ്റ്. പിന്നെ ഫാസ്റ്റ് ഫ്ലൈ, പിന്നെ ഫാസ്റ്റ് അല്ല, സ്ലോ ആയിട്ട് എത്തുമല്ലേ. 9:50 കയറി. ഞാൻ 7:50, 8:50, 9 എല്ലാം എടുത്തല്ലോ അല്ലേ? 4 മണിക്കൂർ കൊണ്ട് എത്തിയല്ലേ? സോറി, ക്ലീനിങ്ങിന്റെ ആൾക്കാർ വന്നു, എല്ലാവരും ഇറങ്ങിപ്പോയി. ഇതെന്താടാ ഇങ്ങനെ? ഇങ്ങനെ നേരെ നമ്മൾ ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ വരുവാണല്ലോ. ഓ, ഇവിടുന്ന് വർക്ക് നടക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ പോകണ്ടേ? തപ്പണമല്ലോ നമുക്ക്. ഇത് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ എവിടെയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ കിട്ടുമല്ലോ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് 52 മിനിറ്റാണ് കാണിക്കുന്നത്. 52 മിനിറ്റ്. ഇവിടെ നിന്ന് ഓരോ 3 മിനിറ്റിലും ബസ്സുണ്ട്. ആ ബസ്സിൽ 2 ബസ് കയറി പോകണം. മെട്രോ ആണെങ്കിലും 2 മെട്രോ കയറി പോകണം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് 34 AS എന്ന് പറഞ്ഞ നമ്പറിലുള്ള ഏതൊരു ബസ്സിൽ കയറി പോകണമെന്നാണ് പറയുന്നത്. എങ്ങനെ പരിപാടി നോക്കട്ടെ. ഇവിടുത്തെ ബസ് ടിക്കറ്റ് പരിപാടികളൊക്കെ കുറച്ച് സ്ട്രേഞ്ച് ആണ് കേട്ടോ. ഇവിടെ മെഷീനിൽ നിന്നും കാർഡോ ടിക്കറ്റോ എന്തോ പരിപാടികളൊക്കെ എടുക്കണം. അതെടുത്താൽ മാത്രമേ ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് തൽക്കാലം ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ടാക്സി എടുത്ത് പോവാം. നല്ലത്, പെട്ടെന്ന് എത്തും. ബസ് 1 മണിക്കൂർ എടുക്കും, ടാക്സി 10-15 മിനിറ്റ് മതി. നമുക്ക് പോവാം. നമുക്ക് വെറുതെ സമയം കാണട്ടല്ലോ. നല്ല രസമുണ്ടല്ലേ ഈ കട.
ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലായിടത്തും കാണാം ഇത്. എന്തോ ഒരു ഡോണറ്റ് പോലെ റിങ് പോലത്തെ ഇരിക്കുന്നൊരു സാധനമാണ്. പിന്നെ ഇത് നല്ല രസമല്ലേ. അതിൻ്റെ മുകളിൽ മറ്റേ വൈറ്റ് വെള്ള എള്ള് വൈറ്റ് സീഡൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. നല്ല രസമുള്ള കട. അപ്പോൾ ഇവിടെ യെല്ലോ ടാക്സിയാണ്. ഉബർ ആപ്പ് വഴി ഞാൻ ബുക്ക് ചെയ്തു. അല്ലാതെ ഇവിടെ യെല്ലോ ടാക്സി എടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പഞ്ഞിക്കിടുമെന്നാണ് കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇസ്താൻബുളിലൊക്കെ വലിയ വലിയ നഗരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും പൊതുവെ യൂഷ്വലി. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു യെല്ലോ ടാക്സി ബുക്ക്ഡ് CR32 എന്ന് പറഞ്ഞ നമ്പറിൽ ഒരു വണ്ടി ഈസ് കമ്മിങ് ഡൗൺ. ഹീസ് ഹിയർ ഓൾറെഡി. ദിസ് ഗൈ ഈസ് ഓൾറെഡി ഹിയർ. യെസ്. ഹൗ ആർ യു? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അത് തന്നെ പറഞ്ഞു തെറ്റണ്ട. പുള്ളിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല. ഓക്കെ. ഇസ്താൻബുൾ നഗരത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ്. തുർക്കി എന്ന് പറയുന്നത് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നൊരു രാജ്യം കൂടിയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതിൽ ഇസ്താൻബുൾ എന്ന് പറയുന്നത് വേറെ ലെവൽ സ്ഥലമാണ്. ഇസ്താൻബുളിൽ ഈ ബോസ്ഫറസ് സ്ട്രെയ്റ്റിൻ്റെ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് ഏഷ്യയും യൂറോപ്പുമാണ്. നമ്മൾ കസാഖിസ്ഥാനിൽ ഏഷ്യയും യൂറോപ്പും കണ്ട പോലെ തന്നെ ഈ ബോസ്ഫറസ് സ്ട്രെയ്റ്റിൻ്റെ അപ്പുറം ഇപ്പുറം ഏഷ്യയും യൂറോപ്പുമാണ്. അവിടെയാണ് സാധാരണ ന്യൂ ഇയർ സെലിബ്രേഷൻസും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ അവിടെയാണ് പോകുന്നത് ന്യൂ ഇയർ കാണാനായിട്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടി എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ആ വണ്ടിയിലിരുന്ന് ആ ബോസ്ഫറസ് സ്ട്രെയ്റ്റ് കടന്ന് നമ്മൾ ഏഷ്യ യൂറോപ്പ് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മേലുള്ള പാലമാണ്. ഇതിന് മേളിൽ ധാരാളം പാലങ്ങളുണ്ട്. ശരിക്കും ഈ ഒരു സ്ട്രെയ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് സീയും അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയും ഓപ്പൺ സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ കണക്റ്റഡ് ആവില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് തുർക്കിയുടെ ഇസ്താൻബുളിൻ്റെ 2 ഫേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആയ സോഫിയ ചർച്ചൊക്കെ ഉള്ളത്. ഓൾഡ് ഇസ്താൻബുളൊക്കെ ആ ഭാഗത്തായിട്ട് വരും. ആ ഭാഗത്ത് കേട്ടോ നമ്മളവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ പാലത്തിന് മുകളിലൂടെ നമ്മൾ വീണ്ടും കടക്കുകയാണ്. ഒരു പ്രത്യേക വൈബാട്ടോ ഇസ്താൻബുൾ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ തുർക്കിയുടെ ഒരു വലിയൊരു ഫ്ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രസമല്ലേ ഇവിടുത്തെ ഈ ഒരു ഭംഗി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്കും ഇവിടെയാണ് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു യൂറോപ്പിൽ കയറിയൊരു ഫീല് കിട്ടും മൊത്തത്തിൽ ഇല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം നമ്മൾ യൂറോപ്പാണ്. നമ്മളെ പുതുവർഷം നമ്മൾ യൂറോപ്പിൽ നമ്മൾ തകർക്കണം. വിൻ്ററാണ്. എന്നിരുന്നാലും മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള കിട്ടില്ലൻ ദൃശ്യ ഭംഗി, വ്യത്യസ്തമായ കാഴ്ചകൾ ഈ KLT-UK യാത്രയിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് അപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കിടിലൻ ലക്ഷറി അപ്പാർട്ട്മെന്റുകളല്ലേ. എന്ത് വിലയായിരിക്കും അതിനൊക്കെ. ഫൈനലി ഐ ആം ബാക്ക് ടു ഇസ്താൻബുളിൽ ഇവിടെയാണ് നമ്മൾ ന്യൂ ഇയറിന് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാസിൽ ബ്രോ ഇന്നലെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് രാത്രിയിൽ. പുള്ളി രാവിലെ എന്താ അവസ്ഥ എന്നറിയത്തില്ല. ലെറ്റ് മീ ഗോ ആൻഡ് സീ വാട്ട് ഈസ് ഹി ഡൂയിങ് ദേർ. ഇത് തക്സിം സ്ക്വയറിനടുത്തുള്ള ഒരു ഹോട്ടലാണ്. ക്രൗൺ പ്ലാസ ഇസ്താൻബുൾ. ഹലോ, നിങ്ങൾ ഇറക്കി വിട്ടോ? 12 മണിക്ക് ചെക്ക് ഔട്ട് അല്ലേ? അതാണ്, അത് ഫുള്ളായിരിക്കും ഹോട്ടലൊക്കെ. ആണോ? അപ്പോൾ നമുക്കിപ്പോൾ ഇനി നമുക്ക് ചെക്കിൻ തരില്ലല്ലോ. എന്തുണ്ട് വിശേഷം? ഹാപ്പി ന്യൂ ഇയർ. എന്താ വിശേഷം? നല്ല വിശേഷം. ശരിക്കും ഉറക്കം ശരിയായില്ല. എപ്പോഴാണ് എത്തിയത് ഇന്നലെ? ഞാൻ ഇന്നലെ 12 റൂമിലെത്തുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. വലിയ പെട്ടിയൊക്കെ ഉണ്ടല്ലോ. നാട്ടിൽ പോലെ എത്ര ദിവസമുണ്ട് നാട്ടിൽ? 3 weeks ഉണ്ട്. എനിക്ക് ലണ്ടനിൽ ജീവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാട്ടിൽ പോകുന്ന വ്യക്തി ഇദ്ദേഹമായിരിക്കും അല്ലേ? അങ്ങനെ പറയുന്നത് കാര്യമായിട്ട് ലണ്ടൻ കൊച്ചി സീസൺ ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ബാഗോടെ വെച്ചിട്ട് വി ഗോ ഫോർ ഹാവിങ് സം ഫുഡ്. ഞാൻ ചെക്കിൻ തരുമോ ചോക്കറ്റ് ചോദിക്കട്ടോ, ഇല്ലെങ്കിൽ വിൽ ഡു സംതിങ്. അപ്പോൾ സമയം ഇപ്പോൾ എത്ര മണിയായി? 1 മണി എന്തോ ആയെന്ന് തോന്നുന്നു. നമ്മളിവിടെ ടക്സിം സ്ക്വയറിലെത്തി. ടക്സിം സ്ക്വയറിലെ ടക്സിം മോസ്കാണ് ഈ കാണുന്നത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മൾ ഈയിടെ കഴിഞ്ഞ ആഴ്ച വന്ന് പോയ പോലെ ഉണ്ട് അല്ലേ? നമുക്ക് സാധാരണ ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ട്. ഇത് അതൊന്നുമില്ല. ഇത് നമ്മൾ എവിടെ വന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്നതുപോലെ ഒരു സംഭവം. 1 year ആയില്ല. 1 year ആയി. ഈ സാധനം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും പറ്റത്തില്ല. അതാണ്, എല്ലായിടത്തും ഉണ്ട്. ഇവർ ചുമ്മാ വാങ്ങിച്ച് നമ്മൾ പരിപ്പോടം കഴിക്കുന്ന പോലെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളാട്ടോ. ഇതുപോലെ കുറേ പെർഫ്യൂമായിട്ട് കുറേ ആൾക്കാർ വരും. ഒന്നും വാങ്ങിച്ചേക്കല്, എല്ലാം ചാത്തനായിരിക്കും, ഒന്നും ഒറിജിനലായിരിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഫുഡ് ഇതാണ് നമ്മുടെ പരിപാടി.
സോഫിറ്റൽ ബ്രോ അവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഒക്കെ രാത്രി ആകുമ്പോഴത്തേക്കിനും വേറെ ലെവലിലേക്ക് പോകും. ഇവിടെ ഷവർമ്മ കടകൾ, ഇസ്താൻബുൾ ഷവർമ്മ, ഇസ്താൻബുൾ ഡോണർ ഇവിടുത്തെ മെയിൻ സംഭവങ്ങളാണിത്. ഇത് എന്തോ ഒരു കടകളാന്ന് നോക്കി ഇവിടെ എന്താ ഇതിങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 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 എന്ത് വേണം വാങ്ങിക്കാം. ഹലോ യെസ്. അപ്പോൾ എന്താ ചെയ്യാം? ഷവർമ്മ അടിച്ചാൽ പോരെ? ഷവർമ്മ ജ്യൂസ് അടിക്കാം അല്ലേ? ശ്വേത വിളിക്കുന്നതിനിടയ്ക്ക് മോളെ ഇത് കണ്ടോടാ റിഷ? കണ്ടോടാ മറ്റേ എന്തുവാടാ ഇത്? എന്തുവാടാ ഇത്? അപ്പ ഋഷിക്ക് തന്നില്ലേ ഷവർമ്മ? ഇതാരാടാ ഇത്? ആരാടാ ഇത്? ഋഷി ഉറങ്ങാൻ പോവാണോ? ഋഷിക്ക് വേണ്ടി അപ്പ ഇവിടെ നിന്ന് ഷവർമ്മ വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും. ഇത് ഇവിടെ ഉണ്ടേ കേട്ടോ. ഓക്കെ ഞാൻ വിളിക്കാമേ. വൺ ഷവർമ്മ ചിക്കൻ. ദിസ് വൺ സ്പൈസി. ഐ വാണ്ട് സ്പൈസി. ഓക്കെ ഫോർ യു. 100 gram, 150 gram. This size? Which one? Which one? Inside too much. Oh, inside. Okay. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ചിക്കൻ ആണോ മറ്റാണോ വേണ്ടത്? ചിക്കൻ കഴിക്കല്ലേ? ചിക്കൻ. ഓക്കെ. എത്ര ഗ്രാം വേണം? ഇത് എടുക്കാം അല്ലേ? 100 gram. ഓക്കെ. 100 gram ya bacılı tavuk. സ്പൈസി. Okay, spicy, very spicy. ഓക്കെ. ഒരു ദിവസമേ എത്ര ഷവർമ്മയായിരിക്കും അല്ലേ? എത്ര കോഴിയായിരിക്കും അല്ലേ ഇതിനകത്ത് ചത്ത കിടക്കുന്നത് അല്ലേ? എത്ര കോഴിയായിരിക്കും ഇതിനകത്ത് ചത്ത കിടക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ഇവിടെ ചേട്ടൻ ഇങ്ങനെ ഇത് മറ്റേ ബീഫാണ്. ബീഫ് ഫ്രണ്ട് ചെത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. ലാമ്പാണോ? ദിസ് ഇസ് ബീഫ് ലാമ്പ്. Original beef, original. ഓ ബീഫ്. എത്ര പശു ഉണ്ടാവല്ലേ ഇതിനകത്ത്? എത്ര പശു ഉണ്ടാവല്ലേ? അല്ല പശു പോത്തോ എത്ര എണ്ണം ഉണ്ടാവല്ലേ? Original beef, original. ഇവിടെ ഇങ്ങനത്തെ കുറെ കടകളുണ്ട് കേട്ടോ ഈ ടക്സിൻ സ്ക്വയറിൽ. അപ്പോൾ ഇവര് ഭയങ്കര വൈബാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ. യെസ് യെസ് ഐ എം ഹിയർ ഓൺലി. ഐ എം ബൈങ് ചിക്കൻ ചിക്കൻ ചിക്കൻ. യെസ് യെസ്. അപ്പോൾ ഡോണർ കബാബ്. ജ്യൂസ് കഴിക്കാമല്ലോ. ഇതെന്താ സാധനം? ഇതെന്താ ബർഗറാ? ഡോണട്ടല്ല ഇതെന്തോ ബർഗറാണ് ഈ സാധനം. ഹലോ ഷവർമ്മ കഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് നടക്കാം. നടന്ന് നോക്കാം എന്താ കാര്യങ്ങൾ എന്താ പരിപാടി എന്നുള്ളത്. നല്ല തിരക്കുണ്ട്, മൊത്തത്തിൽ നല്ല ക്രൗഡുണ്ട്. നമ്മൾ ഇമിഗ്രേഷനിൽ പോകുമ്പോഴേ കയ്യിൽ എത്ര പൈസ ഉണ്ട് ചോദിക്കത്തില്ലേ? ഞാൻ പറഞ്ഞാൽ മതി ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് മണി വിത്ത് മീ എന്ന് പറഞ്ഞു. ഇത് നോക്ക് കാശ് അടിച്ച് ഇറക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. 200 യൂറോയുടെ നോട്ട് ഒരു ബണ്ടിൽ കണ്ടോ. 50 യൂറോയുടെ നോട്ട് ഒരു ബണ്ടിൽ. ഇവിടെ പൈസ വരെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കണ്ടില്ലേ. ഫേക്ക് കറൻസീസ് ഇല്ലേ, അതാണ് സംഭവം. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റിലൂടെ ഈ മീനിൻ്റെ മണമായിരുന്നല്ലേ ഇവിടെ ഉണ്ടായിരുന്നത് മൊത്തം. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ തെരപ്പാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ സാധനത്തിനും ചാത്തം കിട്ടും കേട്ടോ. എല്ലാത്തിൻ്റെയും ചാത്തം കിട്ടും ഇവിടെ. ചാത്തൻ എന്ന് പറഞ്ഞാൽ ചാത്തൻ്റെ കളികളാണ് ഇവിടെ. കറൻസി മാത്രമല്ല, വേണമെങ്കിൽ ഇവർ ഞാൻ പറയുന്നില്ല, എല്ലാം കിട്ടും, എല്ലാ ചാത്തനും കിട്ടും. അതാണ് തുർക്കി. ഇത് ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് ബേസിക്കലി. നമ്മൾ പുറത്ത് നിൽക്കുക എങ്ങനെയാണ്ടോ ചില്ലിങ്കൂട്ടിലിരുന്ന് അവിടെ 2 ആളുകൾ തുർക്കിഷ് വനിതകളിരുന്ന് ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അവർ മാവൊക്കെ കുഴച്ച് ഒരാളിവിടെ ഇത് റെഡിയാക്കി കൊടുക്കുന്നു. അപ്പുറത്ത് അവിടെ ഒരാളിരുന്ന് അത് ചുട്ടെടുക്കുന്നു. അതകത്ത് റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്നു. ഇതാണ് ബേസിക്കലി സംഭവം. നമ്മൾ ഷവർമ്മ കഴിച്ചത് പോരാ, ഇനി എന്തെങ്കിലും കഴിക്കണമെന്നാണ് മിസ്റ്റർ ഫാസിൽ പറയുന്നത്. എന്തെങ്കിലും കഴിക്കണമെന്ന്. കാർബ് വേണം അല്ലേ? അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ചിക്കൻ ശീഷ് കബാബും പിന്നെ അതിന് കൂട്ടത്തിൽ വരുന്ന ചോറ്, മുളക്, പിന്നെ സവാള, സലാഡ്, ബ്രെഡ് ഫ്രീ ആണ്. അയറൻ പുറത്ത് 10 രൂപയ്ക്ക് ഇടുന്ന സാധനമാണ്, ഇവിടെ 60 രൂപയാണ്. ഇതിന് എന്നാൽ ഗ്ലാസ്സിലെങ്കിലും ഇട്ട് തരത്തില്ല. ലേക്ക് ഈ സാധനം മാറ്റിയിട്ട് അത് ചെയ്യത്തില്ല. നമ്മുടെ അമ്മമാർ താഴെ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം ഇതാണ്. ഇത് ബേസിക്കലി നമ്മുടെ ആലു പൊറോട്ടയില്ലേ അതേപോലെ ഇരിക്കും. ഇതിനകത്ത് ആലു ഫില്ല് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഫില്ലിങ് വെച്ച് ചെയ്ത് തരും. സ്പിനാച്ചും മീറ്റും അങ്ങനെ പലതും വെച്ച് ചെയ്ത് തരും. നമ്മുടെ ഇസ്താൻബുളിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ഒരു ഐക്കൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ട്രാമാണ്. ബേസിക്കലി ഇത് ഭയങ്കര രസമുള്ളൊരു ട്രാമാണ്. നിർത്തില്ലോ, ഇതിൽ കയറണോ? സ്ഥലമില്ല.
കാടില്ല നമ്മുടെ കയ്യിൽ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ. കയറുന്നുണ്ടെങ്കിൽ ഇത് കാടൊക്കെ കാണാം, അതില്ല നമ്മുടെ കയ്യിൽ. ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് ഇത്. ഇതിൻ്റെ സോനിയറിലൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതെന്ത് ആടി കളിക്കുന്നത്? ഞങ്ങൾ ബസ്സിൽ കയറിയതാണ് സുഹൃത്തുക്കളെ. സോറി, നമ്മളെ തിരിച്ച് ഹോട്ടലിൽ പോകാനായിട്ട് ബസ്സിൽ കയറിയതാണ്. നടക്കാൻ വയ്യ, തിരിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ലേ, അപ്പോൾ നടക്കാൻ വയ്യ, തിരിച്ച് ബസ്സിന് പോകുന്നു. നമുക്കിനി സമയം ഇപ്പോൾ 3 മണിയായി. നമുക്കിപ്പോൾ പോയി കിടന്ന് ഉറങ്ങണം. പോയി കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് രാത്രി ഇറങ്ങി വന്ന് ന്യൂ ഇയർ കാണാൻ പറ്റുള്ളൂ അല്ലേ? അതിനുവേണ്ടി പോവാ. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി വയറ് ഫുള്ളാക്കി. വയറ് ഫുള്ളായ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലേ? പകൽ ഉറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. ഹായ് ഗായ്സ്, ഞങ്ങൾ റൂമിൽ വന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങി. ഇപ്പോൾ രാത്രി എണീറ്റ് സമയം 10:30 മണിയായി. നമ്മൾ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസ് കാണാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഇന്ത്യയിൽ നിന്നും ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞു, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഓൾറെഡി ഹാപ്പി ന്യൂ ഇയർ ആയി. നമുക്കിവിടെ ഹാപ്പി ന്യൂ ഇയർ ആയിട്ടില്ല. നമ്മൾ 2.5 മണിക്കൂർ പുറകിലാണ്. അപ്പോൾ സോ വി ആർ ഗോയിങ് ഔട്ട്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹിയർ. ഇവിടെ റോഡിൽ മൊത്തം പോലീസുകാരാണ്. എവിടെ നോക്കിയാലും മൊത്തം പോലീസുകാരാണ് എല്ലായിടത്തും. അത്രയ്ക്ക് ടൂറിസ്റ്റുകളും ബാക്കിയുള്ള ആൾക്കാരും വരുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ സർവൈലൻസും പരിപാടികളും ഉള്ള ഒരു കിടിലൻ സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാക്സിയിൽ കയറി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോകുന്നതെന്നറിയോ? ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ഹോട്ടലിലെ റിസപ്ഷനിലെ ആൾ നമുക്കൊരു ലൊക്കേഷൻ അയച്ചു തന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഹാപ്പി ന്യൂ ഇയർ ബ്രോ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ എവിടെയോ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എവിടെയോ എത്തിയിരിക്കുകയാണ്, എവിടെയോ ഒരു സ്ഥലം. ലെറ്റ്സ് സീ. ഇവിടെ കുറേ ടാക്സി ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്? എവിടെ ഹാപ്പനിങ്? ലെറ്റ്സ് ഗോ ആൻഡ് സീ. എവിടെ ഹാപ്പനിങ് എന്നറിയില്ല. സോറി, പോയി നോക്കാം. എനിക്ക് വിശക്കുന്നു. ഐ ആം ഹംഗ്രി. എന്താല്ലേ പുതുവത്സരമായിട്ട് എല്ലാവരും ഇങ്ങനെ ഫുള്ള് കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലെ തന്നെ. സോ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല ഗൈസ്, എങ്ങോട്ടാണ് പോകുന്നത് ഒരു ഐഡിയ ഇല്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുപ്പാണ്, നല്ല തണുപ്പാണ്. തൊണ്ടയ്ക്ക് കഴുത്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കഴുത്ത് തണുക്കാതിരിക്കാൻ വേണ്ടി സോ വി ഹാഡ് ദിസ് തിങ്, സോ സ്കാർഫ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയോ എത്തി. എന്താ പരിപാടി നോക്കട്ടെ. ന്യൂ ഇയർ ആയിട്ട് എല്ലായിടത്തും ആൾക്കാരിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഇവിടെ എവിടെ പോയാലും തിരക്കാണ്. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ആക്ച്വലി ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്, ഒരു ഫോണും ഉണ്ട്, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞങ്ങളൊരു വേറെ ഒരു കാര്യം എടുത്തിട്ടില്ല, കാരണം ക്രൗഡഡ് പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഫോട്ടോ എടുത്തിട്ടിരിക്കുകയാണ് ഇവിടെ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയുന്നതൊക്കെ നമുക്ക് കാണാം ഇവിടെ. കണ്ടിട്ട് നോക്കി, അമ്മമാരെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കണം. വലിച്ച് പൊക്കത്തിൽ എയറിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അടിപൊളി. ഇപ്പോൾ എറി. അവനാണ് എറിയാൻ വേണ്ടി നിന്ന് കൊടുത്തോണ്ടിരിക്കുക. അടിപൊളി, നൈസ്. ഇവിടെ ഒരു സാന്താക്ലോസ് ഉണ്ട്. പുള്ളി എന്നോட പരിപാടി, വേറെ പരിപാടി ഒന്നുമില്ല. എല്ലാവരും കിണ്ടിയെന്ന് തോന്നുന്നു കേട്ടോ. ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ അകത്ത് പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ എങ്ങോട്ടൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നൊരു ഐഡിയ കിട്ടത്തില്ല. നമ്മളിങ്ങനെ ആളുകളുടെയൊക്കെ പറയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ഫയർ വർക്ക്സ് നടക്കും ഇവിടെ ഈവനിങ്ങിൽ, രാത്രിയിൽ 12 മണിയാകുമ്പോഴത്തേക്കിനും. അത് എവിടെയാണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അത് നോക്കിയാണ് നമ്മളും പോകുന്നത്. ഇവിടെ എന്തോ പാട്ടൊക്കെ പരിപാടിയാണെന്നുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇത് ലോക്കൽസാണ്. ഇവരുടെ പാട്ടൊക്കെ പാടിയാണെന്ന് ഇങ്ങനെ ചില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. ദൈവമേ, ഇവിടെ മൊത്തം എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 12 മണിക്ക് രാത്രി ഫയർ വർക്ക്സ് കാണാൻ വന്ന് വിശന്ന് പൊരിഞ്ഞ് 12 ആയില്ല, 11:35 നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നൊന്നും പറയട്ടെ. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ 12 മണിയെ ഫയർ വർക്ക്സ് ഒന്നും ഒരു കാര്യമില്ല. ന്യൂ ഇയർ ഒന്നും ഇല്ല, വിശപ്പാണ് ഫസ്റ്റ്. ഓ പുതുവത്സരത്തിൽ താങ്ക് യു. എന്തോ ഓട്ടോ അല്ല എല്ലാവരും. നമ്മളെ ഫസ്റ്റ് ഫുഡ് 12 ആയില്ല, എന്തൊക്കെയോ കഴിച്ചോണ്ടിരിക്കുക. വിശന്ന് പൊളിഞ്ഞിരിക്കുക. അവിടെ ഫയർ വർക്ക്സ് സമയമായി. ആദ്യം ഫുഡ് കഴിഞ്ഞ ഫയർ വർക്ക്സ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ കൂടി നിൽപ്പുണ്ട്. ഇതൊക്കെ എല്ലാവരും കൂടെ എന്തായിരിക്കും ഇവിടെ പരിപാടി?
കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി എനിക്കൊന്ന് എല്ലാവരും കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. കൂടി ഇങ്ങനെ നിൽക്കുകയാണ് നാട്ടിലെ എല്ലാവരും കൂടെ. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കുന്നത്. നോക്കിയേ, ഇതിങ്ങനെ ഓരോ സ്ട്രീറ്റിലും ലൈക്ക് ഇറ്റ്സ് ക്രൗഡഡ് ലൈക്ക് ദിസ്. അതുപോലെ അതിനിടയ്ക്ക് കുറേ വണ്ടിയും കൊണ്ട് കുറേ ആൾക്കാർ, പിന്നെ മൊത്തത്തിൽ എല്ലായിടത്തും പോലീസുകാരൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ പരിപാടിയുണ്ട്, അതാണ് എല്ലാവരും കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നത്. എന്താ പരിപാടി ഇവിടെ? പിള്ളേരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണല്ലോ. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? എന്താണ് ഇവിടെ പരിപാടി? ഒന്നും ചുമ്മാ എല്ലാവരും കൂടെ വെറുതെ ഇങ്ങനെ നിൽക്കുക. പ്രത്യേകിച്ച് അടിപൊളി. ഇതെന്താ പരിപാടി? ഇവിടെ ഫുൾ ലോക്കൽസ് ആണോ? എല്ലാ ലോക്കൽസ് ആണ് ഇവിടെ. നമ്മൾ വന്ന സ്ഥലം കംപ്ലീറ്റ് ലോക്കൽസ് ആണ്. ടൂറിസ്റ്റുകളൊക്കെ ഒന്നും ഇല്ല, വളരെ കുറവാണ്. എല്ലാ ലോക്കൽസിൻ്റെ സ്ഥലമാണ്. നമ്മൾ ലോക്കൽസിൻ്റെ സ്ഥലം നോക്കിയാണ് നമ്മൾ വന്നത്. നൈസ്. എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ന്യൂ ഇയർ ആകാൻ വേണ്ടി. ഏതാനും നിമിഷങ്ങൾ മാത്രം ഇവിടെ, ഏതാനും നിമിഷങ്ങൾ മാത്രം 11:57. 11:57. 3 മിനിറ്റ് കൂടി, ജസ്റ്റ് കേവലം 3 മിനിറ്റ് കൂടി. അപ്പൊ ഒന്നും ഇല്ലാണ്ടായിപ്പോ അവസാനം. ഇവിടെ എന്തായിരിക്കും എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നേ? നമുക്ക് ഇവിടെ വയ്ക്കാം. ഫയർ വർക്സ് ഒക്കെ രസമല്ലേ? ഇവിടെ നല്ല രസം. അങ്ങനെ പുതുവത്സരമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ 2025 കടക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ചേക്ക്, നമ്മുടെ KL-UK യാത്ര എപ്പോഴോ ആരംഭിച്ച യാത്ര 6-7 മാസമായി. 6-7 മാസമായി. എനിക്ക് തന്നെ ഓർമ്മയില്ല എപ്പോഴാണ് തുടങ്ങിയത്. കുറെ നാളായി. ഫസ്റ്റ് ആനിവേഴ്സറി ആയില്ല, അതിനു മുമ്പ് UK എത്തണം. അപ്പോ ഈ യാത്രയിൽ നമ്മൾ എത്തുകയാണ്. പ്രേക്ഷകർക്കും ടെക് ട്രാവലിൻ്റെ പുതുവത്സര ആശംസകൾ ഫ്രം ഇസ്താൻബുൾ, തുർക്കി. ഇവിടെ ഫയർ വർക്സ് ഒന്നും ഇല്ല, പറ്റിച്ച് കാണുന്നില്ല. ഒന്നുമില്ല. അവരെന്നോട് മുസ്ലിമാണോ എന്ന് ഞാൻ പറഞ്ഞു. അതേന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താ? കഴിയില്ലല്ലേ? നമുക്ക് ആൾക്കാരൊക്കെ ചാടുന്നെടുത്തോട്ട് പോകാം. കയ്യിൽ എന്തെങ്കിലും ചാട്ടം ബോളോ പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ വേറെ വൈബിയോ. എല്ലാവരും അടിച്ച് കിണ്ടി കേട്ടോ. കിണ്ടി എന്ന് പറഞ്ഞാൽ കിണ്ടി ലെവൽ വൈബ്. So this is how locals celebrate New Year in Istanbul. കണ്ടില്ലേ? ചില്ലല്ലേ ആൾക്കാരൊക്കെ? അതാണ് പരിപാടി ഇവിടെ. ഫയർ വർക്സ് ഒന്നും കണ്ടില്ലല്ലോ. എവിടെയാ ഫയർ വർക്സ്? ഇവിടെ ഇതാണ് ഫയർ വർക്സ്. So cute.
ഇനി നടക്കാം. അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ വർഷം ഫയർ വർക്ക്സ് ഇല്ലായിരുന്നു. കൈ പിടിച്ചോ, ഫോണൊന്നും ഇല്ലല്ലോ. യെസ്, അപ്പോൾ ഇത്തവണ ഫയർ വർക്ക്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ പാലസ്തീൻ ഗാസ പ്രശ്നങ്ങൾ കാരണം ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നാളെ ഇവിടെ ഈ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് അല്ല, ഒരു സപ്പോർട്ട് നടക്കുന്നുണ്ട്. അതായത് ഈ ന്യൂ ഇയർ ആയിട്ട് ഇത്ര സെലിബ്രേഷൻസിനിടയ്ക്ക് നമ്മൾ പാലസ്തീനെ മറന്നു പോകരുത് എന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. പറ്റണമെങ്കിൽ രാവിലെ എണീക്കുകയാണെങ്കിൽ അവിടെ പോയി നോക്കാം. ഇവിടെ ഈ ഒരു ന്യൂ ഇയർ പ്രമാണിച്ച് 24 hours ആണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞിയെ കത്തിക്കും, ന്യൂ ഇയർ ആഘോഷിക്കും, പല പരിപാടികളും ചെയ്യും. പക്ഷേ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്ത ആൾക്കാർക്ക് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് വരാനായിട്ട് കുറച്ച് പാടാ. അങ്ങനെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും അല്ല, ഇവിടുത്തെ മുനിസിപ്പൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വലിയ ഫയർ വർക്ക്സ് നടക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ കത്തിച്ച ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇസ്താൻബുളിലെ ന്യൂ ഇയറും ഇസ്താൻബുളിലെ ഫയർ വർക്ക്സ് ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ചെറിയ ഫയർ വർക്ക്സ് നമുക്കിപ്പോൾ തൽക്കാലം കാണാം. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ മറ്റൊരു 12 മണിയും കടന്നുപോയി അല്ലേ? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഒരു ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു വൈബ് എനിക്കിവിടെ കിട്ടിയില്ല. ഞാൻ ഭയങ്കര വൈബൊക്കെ പ്രതീക്ഷയാണ്. ലൈക്ക് മേ ബി വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഗാസ ബോർഡർ അല്ലേ, അതെ, നാളെ പ്രൊട്ടസ്റ്റുള്ള കാര്യം പറഞ്ഞില്ല, അതും പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ കൊണ്ടായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചൊരു വൈബ് എനിക്കിവിടെ കിട്ടിയില്ല. ഞാൻ കുറേയൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനിലായിരുന്നു. കൂടുതൽ എക്സ്പെക്ട് ചെയ്താലും പ്രശ്നമുള്ളൂ അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും ഒന്നുമില്ല, മറ്റൊരു പുതുവത്സരം അങ്ങനെ വന്നിരിക്കുകയാണ്. 2025 നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ഒരു വലിയ വർഷമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം 2024 തൊണ്ടയൊക്കെ പോയി. 2024 എനിക്ക് കുറച്ച് നല്ലതും കുറച്ച് മോശമൊക്കെ ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. കാരണം ചില സമയം അല്ല, വേറെ പ്രശ്നമുണ്ട്. നമുക്ക് നല്ലത് മാത്രം സംഭവിച്ച പ്രശ്നമാണ്. അങ്ങനെ വരാൻ പാടില്ല. സ്റ്റെപ്പ് കയറുള്ളൂ, എന്നാലും നമ്മൾ മേലോട്ട് കയറുള്ളൂ. നമുക്ക് നല്ലതും വേണം, മോശം വേണം, എല്ലാം വേണം. നമുക്ക് നല്ലത് മാത്രം സംഭവിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് റോങ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഉണ്ടാവണം, നെഗറ്റീവ് ഉണ്ടാവണം, കയറ്റം ഉണ്ടാവണം, ഇറക്കം ഉണ്ടാവണം, സ്ട്രഗിളിങ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അല്ലാതെ സുഖം മാത്രമായി കഴിഞ്ഞാൽ അതിനകത്തൊരു സുഖം ഉണ്ടോ? ഇല്ലല്ലോ, ഒരു രസമില്ല. അപ്പോൾ 2025 നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഒപ്പം ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ തന്ന് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സോ, നന്ദി, കൃതജ്ഞത. തൊണ്ട പോയി കിടക്കുക സുഹൃത്തുക്കളെ, സംസാരിക്കാൻ. 2025 എല്ലാവർക്കും നല്ലതാവട്ടെ. 2025 എല്ലാവർക്കും നല്ലതാവട്ടെ. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ അതാണ് ടെൻഷൻ. ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കിന് പ്രായം കൂടി വരികയാണ് സുഹൃത്തുക്കളെ. തന്ത വൈബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല അല്ലേ, തന്ത വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷേ ഇത് തന്ന വൈബല്ല, ഇത് തണുപ്പ് കാരണം ഇട്ടിരിക്കുന്ന വൈബാണ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചേഞ്ച് ആവാത്ത സംഭവമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പലരും. പക്ഷെ അങ്ങനെയല്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻ നമ്മളെ മാറ്റിമറിക്കും, നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. ആംബുലൻസ് ഒക്കെ പോകുന്നു, മാറ്റിമറിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആംബുലൻസ് ഒക്കെ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തെങ്ങി ഒരു പ്രശ്നമുണ്ട്. ഇനി എങ്ങനെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നേ? നടക്കണോ? 4 കിലോമീറ്റർ നടക്കാൻ വയ്യ. ടാക്സി ഉണ്ട്, വഴി അറിയോ? നമ്മുടെ ഇതുണ്ടല്ലോ, ഹോട്ടലിന്റെ പേരറിയോ? ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ആണോ? പേരറിയാം, നോക്കട്ടെ എങ്ങനെയാ പോകുന്നത്. Happy New Year, Ali. Happy New Year. Happy New Year, bro. I'm so glad that you are working for this New Year, working hard for this New Year. Happy New Year. കാരണം ഈ ന്യൂ ഇയറിൽ, ഈ പുതുവത്സരത്തിൽ
നമുക്ക് വേണ്ടി എത്ര ആൾക്കാരല്ലേ ജോലി ചെയ്യുന്നത്, ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാതെ. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ, പിന്നെ ടാക്സി ഡ്രൈവേഴ്സ്, ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, എവിടെയൊക്കെ ആൾക്കാർ. മിനി കൂപ്പറിന്റെ ഒരാൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, we go. Thank you. Happy New Year brother. Happy New Year. Yes. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിൻ്റെ ഏകദേശം അടുത്തൊരു സ്ഥലത്തെത്തി. ഇറങ്ങി നടക്കാം. ഓ മൈ ഗോഡ്, പോലീസ്. അയ്യോ, ടാക്സി. ഓക്കെ, താങ്ക് യു. പോലീസ്, ടാക്സി. ഇവിടെ മൊത്തം പോലീസുകാരാണ്, ഫുൾ പോലീസുകാരാണ്. ഈ ന്യൂ ഇയർ ആയിട്ടിൻ്റെ ക്രിസ്മസ് ട്രീ, ഇത് പണ്ടുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആയിരിക്കും, അതുകൊണ്ടാണ് വെച്ച് മാറ്റിയിട്ടില്ല. കമാ, nobody. Broast? No, I don't like broast. What is here? ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. ഇവിടെ എന്തോ ചിക്കൻ സംഭവങ്ങളൊക്കെയാണ്. ഈസ് മേക്കിംഗ് സംതിങ്. നമുക്ക് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടോ? എന്നിട്ട് റൂമിൽ പോയി കഴിക്കാം. എന്താ പറയുന്നു? അല്ലേ രസം? അതായത് ഇവിടുന്ന് കഴിക്കണോ? എന്തിനാ റൂമിൽ പോയി കഴിക്കുന്നത്? ഇവിടുന്ന് കഴിച്ചിട്ട് പോരെ. ഫ്രഷ് ആയിട്ട് കഴിക്കാം. അതാണ്. ഓക്കെ, നമ്മളെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ കണ്ടോ നമ്മുടെ ആലു പൊറോട്ടക്കകത്ത് ഷവർമ ഉണ്ടാക്കി തരും. അതാണ് ബേസിക്കലി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇവിടെ ഇന്നലെ കഴിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 3 നേരം അല്ല 5 നേരം ഷവർമ കഴിച്ചാലും ടേസ്റ്റ് എന്ന് പറയൂ. ഡോണർ കബാബ് എന്നാണ് ഇവർ പറയുന്നത്. പൊളി സാധനമാണ്. 5 നേരം കഴിച്ചാലും നമുക്കിത് മതിയാവൂല എന്നുള്ളതാണ്. കാരണം അത്ര കിടില സാധനമാണ്. ഇറ്റാലിയൻ. അതെ, ഇറ്റലി. ഞാൻ ഇറ്റലിയിലേക്കാണ് ഇനി പോകുന്നത്. യൂട്യൂബർ. നാണം വന്ന യൂട്യൂബറാണെന്ന് പറയുമ്പോഴത്തേക്ക്. സോ അപ്പോൾ എന്താ പറയുക, നമ്മളപ്പം 2 ചിക്കൻ ഡോണർ വാങ്ങിച്ചു. അതുകൊണ്ട് ഇതാണ് സാധനം. കണ്ടോ നോക്കി, ഇത് വലിപ്പം നോക്കി. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ ഓൾ. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ സാധനം കിട്ടി. നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവാം. എനിക്കൊരു അയറൻ തരുമോ? അയറൻ എന്താ ഇത്? ഒരെണ്ണാണോ? മീഡിയാണോ? ഞാനോ ലാർജ്. അയ്യോ, ഞാൻ സ്മോളാ വാങ്ങിച്ചു. ഞാൻ തീർന്നില്ല. അപ്പൊ എക്സ്ട്രാ ലാർജ് ആര് കഴിക്കും? നോക്കിയത് എന്റെ കുടലിൽ എത്ര ഉണ്ട്? വായിക്കൂടെ കയറ്റി വിഴുങ്ങിക്കോ, താഴെ ഇറങ്ങി വരും. എനിക്ക് ഒരു അയറന്നോ, നമുക്ക് അയറൻ കുടിക്കാം. ഇവിടെ എന്താ സംഭവം? ഞാൻ പറഞ്ഞല്ലേ സ്മോൾ വാങ്ങിക്കാൻ. സോറി, എനിക്ക് ലാർജാണ് ഇഷ്ടം, സ്മോൾ ഇഷ്ടമല്ല. ഇവിടെ എന്താ? ഇവിടെ നിറച്ച് പോലീസാണ്. ക്ലബ്ബാണ്, ഏതൊരു ക്ലബ്ബാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുമ്പിലൊക്കെ പോലീസാണ്. നോക്കി, ക്ലബിൻ്റെ ഒക്കെ മുമ്പിൽ പോലീസുകാർ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാംഗ്ലൂരൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെയൊക്കെ പോലീസുകാർ നേരത്തെ പൂട്ടിക്കുമായിരുന്നില്ല. എന്താ ഇത് ഇവിടെ ഡാൻസ്? ഹാപ്പി ന്യൂ ഇയർ. എല്ലാം കിണ്ടിയാക്കി, എല്ലാവരും കിണ്ടിയാണ് ഗൈസ്. എവരിബഡി കിണ്ടി. ഇതെന്താ ഇവിടെ? വാട്ട് ഈസ് ഗോയിങ് ഓൺ? എല്ലാം പോലീസ് വോളണ്ടിയേഴ്സ്. ഇവരൊക്കെ പോലീസുകാർ ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്ന എല്ലാം പോലീസുകാരാണ്. ഇവിടെ എല്ലാം ഇരിക്കുന്ന എല്ലാം പോലീസുകാർ. എന്താ അവിടെ അലമ്പാണ്, എല്ലാം കിണ്ടിയാണ്. ബാ നമുക്ക് പോവാം. ബാ, നമ്മൾ മാത്രം നല്ല മനുഷ്യർ. ബാ, ലെറ്റ്സ് ഗോ. എല്ലാവരും ഇത് ഇവിടൊക്കെ ഇത് വേറെ ഏതൊരു പബ്ബാണ് കേട്ടോ. എല്ലാവരും ഫുള്ളായി പുറത്തും അകത്തും എല്ലാവരും വെള്ളമാണ്. മനസ്സിലായില്ലേ? എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം ആൾക്കാരെല്ലാവരും ഉണ്ടല്ലേ. ഇവിടൊക്കെ ഉണ്ട്, എല്ലാവരും ഫുൾ വൈബാണ്. ഇതൊക്കെ എന്താ സംഭവം? ഇത് ചെറിയ കുട്ടി പബ്ബുകളാട്ടോ ഇതൊക്കെ. അവിടെ ഉണ്ട് നോക്കിയാൽ ഒരു 10-15 പോലീസുകാർ എല്ലായിടത്തും വേറെ ലെവലിൽ ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇതെല്ലാം പോലീസുകാരാണോ. ഒരു മിനി കൂപ്പറിൻ്റെ മുകളിൽ ഒരു സുന്ദരി നമുക്ക് 2025 എന്താ പറയുക വെൽക്കം ചെയ്തുകൊണ്ട് ഇങ്ങനെ കൈയും കാണിച്ചുകൊണ്ട് പോവുകയാണ്. അകത്തും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പുറത്തുമുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴിവിടെ പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ശരിക്കും ഒരു സംഭവം ഞാനിപ്പോൾ കണ്ടത്, ഞാൻ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എനിക്ക് ഐ തോട്ട് ഓഫ് ടെലിങ് യു ഗൈസ്. നമ്മളിപ്പോൾ കുറേ കറങ്ങി നടന്നില്ലേ അല്ലേ? ഇവിടെ എല്ലായിടത്തും നമ്മൾ കണ്ട എന്താണ്, നമ്മൾ എത്രത്തോളം ടൂറിസ്റ്റുകളെ കണ്ടോ അത്രത്തോളം പോലീസുകാരെ നമ്മൾ കണ്ടു.
അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി എത്ര ആളുകളാണെന്നറിയോ, എത്ര പോലീസുകാരാണെന്നറിയോ ഇവിടെ, അല്ലേ? അത് ഭയങ്കര ഒരു കാര്യമാണ്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഏതോ ഒരു വിചിത്ര നിയമം ഇറക്കിയില്ല, പാലക്കാടോ എങ്ങാണ്ടുള്ള ഏതോ ഒരു ടീം പോലീസുകാർ 10 മണിക്ക് അടയ്ക്കണമെന്നോ 11 മണിക്ക് അടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കമോൺ മാൻ, ഇവിടൊക്കെ ഇതൊരു മുസ്ലിം കൺട്രിയാണ് തുർക്കി എന്ന് പറയുന്നത്, അല്ലേ? 100% മുസ്ലിംസ് ആണ്. ഇവിടെ ഈ കണ്ട ബാറിലും അവിടെ ഇവിടെ എല്ലാ ആളുകൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ അഴിഞ്ഞാടി നടക്കുകയാണ്. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പോലീസുകാരെ വെച്ചിരിക്കുകയാണ്. അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത്രയും പോലീസുകാരുണ്ട്, ഒരു 10 പേര്. അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയും ഇവിടെ വരുന്ന ലോക്കൽസിനെയും എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സേഫ് ആക്കാൻ വേണ്ടി പോലീസുകാരെ വെച്ചിരിക്കുകയാണ്. അതാണ് ശരിക്കും ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. അതായത് ഈ കണ്ട ആൾക്കാർ ഈ ബാറൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് വെറുതെ അല്ല, അത്രയും പൈസയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. ഒരു ന്യൂ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കിനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ആളുകൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ആ വരുമാനം അത് ഗവൺമെന്റിലേക്ക് വരുന്നൊരു വരുമാനം കൂടിയായിട്ട് കണക്കാക്കി ഗവൺമെന്റ് പബ്ലിക്കിന് കൊടുക്കേണ്ട ഒരു സുരക്ഷയാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരും ഇവിടെ അലമ്പുണ്ടാക്കിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സോ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. സോ ദാറ്റ് ഈസ് വാട്ട് വി സോ ഇൻ തുർക്കി, ഇസ്താൻബുൾ. അപ്പോൾ എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. വി ആർ ബാക്ക് ടു ഹോട്ടൽ. വി ആർ ഗോണ സ്ലീപ്. സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. ബൈ.